സംസ്ഥാനത്തെ വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞുകയറി ബംഗ്ലാദേശി ക്രിമിനലുകളും ബംഗാളികളെന്ന വ്യാജേന ബംഗ്ലാദേശികളും കഴിയുന്നുവെന്ന കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും തൊഴിൽ വകുപ്പിനും വീഴ്ചയുണ്ട്. कौन सा साइड है? बांग्लादेश है। बांग्लादेश में कौन सा मुल्क है आपका? हमारा गाँव है खुन्ना जिला। ठीक है। आप कभी आया था? कितना साल पहले? मैं इधर आया 6 महीने हो टोटल। 6 महीने हो गए। ബംഗാളികളെന്ന വ്യാജേന ബംഗ്ലാദേശികൾ എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലടക്കം പല ഭാഗത്തും കഴിയുന്നതിന്റെ വിവരങ്ങൾ ജനൻ ടിവി നേരത്തെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു. എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ക്രിമിനലുകളുമുണ്ടെന്ന വിവരം പുറത്തു വന്നിട്ടും പോലീസോ തദ്ദേശ സ്ഥാപനങ്ങളോ ലേബർ ഡിപ്പാർട്ട്മെന്റോ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇത് സംബന്ധിച്ച IB സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഗൗരവത്തിലെടുത്തിട്ടില്ല. ബംഗ്ലാദേശിൽ ലഹരി, സ്ത്രീപീഡനം, മറ്റു ക്രിമിനൽ കുറ്റങ്ങളിലെല്ലാം ഉൾപ്പെട്ടവരിൽ പലരും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ എത്തുകയും ചില ഏജന്റുമാർ വഴി കേരളത്തിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത്. ആസാമീസ് എന്ന വ്യാജേന എത്തുന്നവരുമുണ്ട്. വിവിധ ഭാഷാ തൊഴിലാളികളുടെ കൃത്യമായ കണക്കെടുക്കുകയും തിരിച്ചറിയൽ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്താൽ നുഴഞ്ഞുകയറ്റ ബംഗ്ലാദേശികളെ കണ്ടെത്താൻ കഴിയുമെങ്കിലും നടപടികൾ ഉണ്ടാകാറില്ല. 2022 ഓഗസ്റ്റിൽ മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് 4 ബംഗ്ലാദേശ് സ്വദേശികൾ പിടിയിലായിരുന്നു. ഇവരെ പിന്നീട് ബംഗ്ലാദേശിലേക്ക് കടത്തുകയായിരുന്നു. വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിൽ നിന്ന് ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും എളുപ്പമല്ല. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.